Namaste and welcome back to our channel. So, we will do a video on 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 14ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെന്നയാണ് നമ്മുടെ മുടിയിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. വിചാരിക്കുമായിരിക്കും ഹെന്ന തേച്ച് കഴിഞ്ഞാലും മുടി വളരാറുണ്ടോ? ഹെന്ന തേച്ച് കഴിഞ്ഞാൽ മുടി വളരാറുണ്ട്. അതേപോലെ തന്നെ ഹെന്ന തേച്ച് കഴിഞ്ഞാൽ മുടിക്ക് കളറും വരാറുണ്ട്, അതെല്ലാവർക്കും അറിയാലോ. പക്ഷെ കളർ വരാതെ നിങ്ങൾക്ക് ഹെന്ന യൂസ് ചെയ്യണമെങ്കിൽ ഹെന്ന മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നിങ്ങളുടെ മുടിയിൽ തേച്ചാൽ മതി. ഹെന്നയ്ക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം മുടിയിൽ തേച്ചാൽ മതി. പിന്നെ നമ്മൾ മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹെന്നയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളം വെച്ചിട്ട് ഹെന്ന മിക്സ് ചെയ്ത് നമ്മൾ മുടിയിൽ തേക്കുകയാണെങ്കിൽ നമ്മൾ കഴുകുമ്പോഴേക്കും നമ്മുടെ മുടി കുറച്ചും കൂടെ റഫായിട്ടിരിക്കും, ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് യൂസ് ചെയ്യണത്. പാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ചും കൂടെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആകും. അതേപോലെ തന്നെ നമ്മൾ മിൽക്കും മുടി വളരാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മിൽക്കും ഹെന്ന പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഹെന്ന റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ മുടിയിൽ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടതാണ് ഹെന്ന പൗഡർ. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ ഹെന്നയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മൈലാഞ്ചിൻ്റെ ഇല എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല മുടിക്ക് കളർ വേണമെങ്കിൽ രാത്രി ഫുള്ളും വയ്ക്കുക. മുടിക്ക് കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അരച്ചിട്ട് അപ്പം തന്നെ തലയിൽ തേച്ച് 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് കഴുകി കളയാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നമ്മളെ ഹെന്ന പൊടി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈലാഞ്ചി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പച്ചപ്പാലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ തിളപ്പിച്ച പാലല്ല വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ പാലിൽ മിക്സ് ചെയ്യുന്നതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ തേയില ഇട്ടിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ച് തണുത്തതിന് ശേഷം അത് വെച്ചിട്ട് നമ്മൾ മൈലാഞ്ചിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അത് നമ്മളെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആണെങ്കിൽ ഇതിലോട്ട് മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. അത് നമ്മളെ മുടിനെ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി വെള്ളം ആവാനും പാടില്ല, ഒത്തിരി കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം സൈസിലായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മുടിയിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ മൈലാഞ്ചിനെ രാത്രി ഫുള്ളും വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ തലയിൽ തേക്കുക. മുടിക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ മുടിയിൽ തേക്കുക. അപ്പോൾ ഞാൻ ഒരു രാത്രി ഫുള്ളും വച്ചിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് മൈലാഞ്ചി എൻ്റെ തലയിൽ ഞാൻ തേക്കാൻ പോണത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹെന്ന നമുക്ക് നമ്മളെ മുടിയിൽ തേക്കുന്നതിന് മുന്നേ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടുക. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഹെന്നയുടെ കളർ നമ്മൾ കയ്യിലാവില്ല. അല്ലാതെ നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഫുള്ളും ഹെന്നയുടെ കളറാകും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ തലയിലും മുടിയിലും ഒന്നും നമ്മൾ എണ്ണ തേച്ച് വെക്കരുത്. എണ്ണ തേച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഹെന്നയുടെ കളർ നമ്മൾ മുടിയിലും തലയിലൊന്നും വരില്ല. അതേപോലെ തന്നെ ഇത് നമ്മൾ എണ്ണ തേച്ചിട്ട് ഹെന്ന ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എണ്ണ തേക്കാതെ തന്നെ നമ്മൾ മുടിയിലും സ്കാൽപ്പിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഹെന്ന ഇന്ന് മിക്സ് ചെയ്തിട്ടുള്ള പച്ചപ്പാലിലാണ്. പച്ചപ്പാലിൽ മിക്സ് ചെയ്യേണ്ട കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൽ നമ്മളെ മുടിനെ മോയ്സ്ചറൈസ് ചെയ്യാനും മുടി വളർത്താനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഹെന്ന നമ്മൾ മുടിയിൽ തേക്കുകയാണെങ്കിൽ അത് കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഹെന്ന ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് അത് എന്താ പറയുക നല്ല ഡ്രൈ ആകും. അത് ഉണങ്ങുമ്പോഴേക്കും നമ്മൾ മുടി കഴുകുമ്പോൾ നമ്മൾ മുടി ഊരിപ്പോകും, മുടി പൊഴിയും. എന്ന് വെച്ചാൽ നമ്മൾ കഴുകുമ്പോഴേക്കും നമ്മൾ മുടി പോകും. പക്ഷെ നമ്മൾ പാലിട്ടിട്ട് അത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ പാൽ ആ ഹെന്നനെ മോയ്സ്ചറൈസ് ചെയ്ത് നമ്മളെ മുടി പൊഴിയാതിരിക്കും. ഇത് ഒത്തിരി ഡ്രൈ ആകത്തുമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഹെന്ന തേക്കുകയാണെങ്കിൽ പാൽ യൂസ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നമ്മൾ മുടി കഴുകുമ്പോൾ മുടി ഊരിപ്പോരില്ല. അതേപോലെ തന്നെ ഹെന്നയിൽ നമ്മൾ പാലൊഴിക്കുകയാണെങ്കിൽ നമ്മൾ മുടിനെ ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഹെന്ന തേക്കുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടാണ്.
ഹെന്ന നമ്മളെ മുടി വളർത്താനും നമ്മളെ സ്കാൽപ്പിനെ നന്നായിട്ട് ഹെൽത്തി ആക്കാനും നമ്മളെ സ്കാൽപ്പിന് നല്ലൊരു കൂളിംഗ് തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹെന്ന നമ്മളെ സ്കാൽപ്പിലുള്ള ഓയിൽ ബാലൻസ് ഒക്കെ ചെയ്ത് pH ബാലൻസ് കൂടെ അത് ചെയ്യും. പിന്നെ ഇത് നമ്മളെ ഹെയർ ഗ്രോത്തിനെയൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും നമ്മളെ മുടി പൊഴിച്ചിൽ നിർത്താനും ഡാമേജ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും നമ്മളെ സ്കാൽപ്പിനും ഹെയറിനൊക്കെ ഒരു നല്ലൊരു കണ്ടീഷനിങ് കൂടാണ്. അപ്പോൾ ഈ ഒരു ഹെന്ന പാക്ക് നമ്മളെ മുടിയിൽ 4 മണിക്കൂർ തേച്ച് വയ്ക്കുക. മുടിയിൽ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓവർനൈറ്റ് വെക്കുക. പിന്നെ ഹെന്ന തേച്ചതിന് ശേഷം ഇതേപോലെ ഒരു പോളിത്തീൻ ഒരു കവർ എടുത്തിട്ട് നിങ്ങളെ മുടിയിൽ ഫുള്ള് ഇതേപോലെ ഇങ്ങനെ കെട്ടി വയ്ക്കുക, എന്താ പറയുക, ഇങ്ങനെ ചുറ്റി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ തുണിയിലൊന്നും ആകാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ കവർ പോളിത്തീൻ നമ്മൾ സ്കാൽപ്പിൽ നമ്മൾ മുടിയിലൊക്കെ നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മളെ ഹെന്ന ഒത്തിരി ഡ്രൈ ആകാതിരിക്കാനും ഇപ്പം കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാം. സോ ഞാനിപ്പോൾ 4 മണിക്കൂറിന് ശേഷം എൻ്റെ മുടി കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓവർനൈറ്റ് വയ്ക്കുക. പിന്നെ നനഞ്ഞ മുടി ചീകാതിരിക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി ചീകാവൂ. സോ ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യാണ്ട് തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടെ വരും. അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.